ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെജ് മോമോസ് ആണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനാവശ്യമായ ഡോ തയ്യാറാക്കേണ്ടതിന് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം, ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വേണം കുഴയ്ക്കാൻ. എന്നാൽ ഒരുപാട് സോഫ്റ്റായും പോകരുത്. ഇനി നന്നായി ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് എണ്ണ പുരട്ടി മാറ്റിവെക്കാം. ഇനി മോമോസിൻ്റെ സ്റ്റഫിങ്ങിന് ആവശ്യമായി വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാത്രം ചൂടാക്കി ആവശ്യത്തിന് എണ്ണയൊഴിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴലാനായിട്ട് സഹായിക്കും. ഇനി ഇതൊന്ന് ചെറുതായി വഴന്നു വന്നതിന് ശേഷം ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ടു വരുമ്പോൾ ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, കശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇത് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരുത്തും. ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. അടുത്തതായി 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കപ്പ് സ്പ്രിംഗ് അണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇവിടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എങ്ങനെയായെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിനെ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുത്ത് നന്നായി പൊടിയിൽ മുക്കിയെടുത്തൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പരത്തിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തന്നെ വരുന്ന വിധം വേണം പരത്തിയെടുക്കാൻ. ഇവിടെ ഒരു വട്ടത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്, കാരണം അത് പൊട്ടിപ്പോകാനും അത് ശരിയായിട്ട് വരാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി ഇവിടെ കാണിക്കുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് ഞൊറിഞ്ഞ് എടുക്കാം. ഇവിടെ കാണുന്നത് പോലെ നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഒരുപാട് രീതിയിൽ ഇത് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിന് ഷേപ്പ് കൊടുക്കാം. നേരത്തെ ഞാൻ എൻ്റെ കേക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഞാനൊരു വെസലിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഈ സ്റ്റാൻഡിന് മുകളിലായി ഒരു പാത്രം വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇതിലേക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോമോസ് ഓരോന്നോരോന്നായി എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മൂടി വെച്ചടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ നല്ല അടിപൊളി മോമോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.